ഏകദേശം കായ്പത്തിയുടെ നീളമുള്ള കാരച്ചെമ്മീനാണ്. ഈ കാരച്ചെമ്മീൻ റെഡിയാക്കിയെടുത്ത് റോസ്റ്റ് വയ്ക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ചെമ്മീൻ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ട് അടുപ്പത്തൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയിട്ട് ആ ചട്ടിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്ത് ആ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം അങ്ങോട്ട് മാറണവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി അങ്ങോട്ട് എടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് അതും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ റെഡിയാക്കി വെച്ച ചെമ്മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. അതങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ആ വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പെല്ലാം ചേർത്ത് അതൊന്ന് കുറുക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കൊഞ്ച് റോസ്റ്റ്. നല്ല കൊഞ്ച് റോസ്റ്റ് എന്നൊക്കെ പറയാം. വടക്കൻ കേരളത്തിലൊക്കെ അങ്ങനെയാണ്, ഇതിനെ കൊഞ്ചെന്നാണ് പറയണത്. നല്ല കാരച്ചെമ്മീൻ്റെ റോസ്റ്റ് ഇവിടെ റെഡിയാവും.